ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിതാ കുറച്ച് നാളിന് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. വിഷു വ്ളോഗാണ് കേട്ടോ. വിഷു എല്ലാം കഴിഞ്ഞിട്ട് കുറേ ആയി, എന്നാലും ഞാനിപ്പോഴാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ സമയം ഇപ്പോഴാണ് ആയത്. അപ്പം എല്ലാവരും കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാൻ രാവിലെ തന്നെ കുളിയെല്ലാം കഴിഞ്ഞ് പിന്നെ കോടിയെല്ലാം എടുത്തതിന് ശേഷം നല്ല അടിപൊളിയായിട്ട് കണിയെല്ലാം ഒരുക്കിയിട്ടുണ്ട്. എന്താ പറയുക, എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ എല്ലാ സാധനങ്ങളും ഉൾപ്പെടുത്തിയിട്ട് പിന്നെ നല്ലൊരു കണിയാണ് കേട്ടോ ആക്കിയത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിനെ. ഞാൻ ഇപ്രാവശ്യം കണി വെച്ചത്. പിന്നെ നല്ലൊരു നെയ്യപ്പെല്ലാം ചുട്ടിട്ടുണ്ടായിനെ. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്രാവശ്യത്തെ നെയ്യപ്പം. പിന്നെ ഇതാ രാവിലെ തന്നെ കണി വെച്ച സമയത്തുള്ള പൊട്ടിക്കലാണ് കേട്ടോ. രാത്രി കുറേ പൊട്ടിച്ചിട്ടാണ് കിടന്നിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ രാവിലെ എണീച്ച് ബാക്കിയെല്ലാം പൊട്ടിക്കുന്നുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് വിഷു ഇങ്ങനെ അടിപൊളിയിൽ ആഘോഷിക്കുന്നത്. കാരണം നമ്മൾ പെൺപിള്ളേരായതുകൊണ്ട് ഞാനും അനിയത്തിയും അത്യാവശ്യം അച്ഛൻ എന്തെങ്കിലും പൂക്കുത്തിരി, കമ്പിത്തിരി അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമേ നമുക്ക് കൊണ്ടുത്തരുമെന്നല്ല, നമ്മളതേ വാങ്ങാൻ പറയലുള്ളൂ. നമുക്ക് ഈ പൊട്ടുന്നതെല്ലാം ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞെല്ലാം വന്നതിന് ശേഷം, ഏട്ടൻ്റെ അടുക്ക് എത്തിയതിന് ശേഷമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ അടുത്തുനിന്ന് അനുഭവിച്ചറിയുന്നത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ജസ്റ്റ് കത്തിച്ചിട്ട് അങ്ങ് വിടലാണ്. പിന്നെ ഒരുപാട് വാങ്ങും. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് വാങ്ങിയിട്ട് ഞാൻ അടിപൊളി വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ട്. അതിനെ പുകയെല്ലാം വരുന്നതുകൊണ്ട് അമ്മ ഇതാ മൂക്കിനെല്ലാം കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം അത്ര വാങ്ങിയിട്ടില്ല, കുറച്ചിട്ടാണ് കേട്ടോ വാങ്ങിയത്. നല്ല സോഫ്റ്റായിട്ട് നല്ല നെയ്യപ്പം കിട്ടിയിട്ടുണ്ടായിന് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിന്. നെയ്യപ്പം നല്ല സോഫ്റ്റ്, നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിന്. അപ്പോൾ തേജു പറഞ്ഞിട്ടുണ്ടായിന് അമ്മ എനിക്ക് പിന്നെ വിഷു കഴിഞ്ഞിട്ടാകുമ്പോൾ ഒന്നും കൂടി ആക്കി തരണേന്ന്. പിന്നെ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ചേനാർത്ത് അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ട്. അമ്പലത്തിൽ നിന്ന് എനിക്ക് കൈനീട്ടായിട്ട് പൈസയും ഉണ്ണിയപ്പം എല്ലാം കിട്ടിയിട്ടുണ്ടായിന്. ഞാൻ പിന്നെ പിള്ളേർക്ക് കൊടുക്കാമല്ലോ, അവരും കൂടി അനുഭവിച്ചോട്ടെ എന്ന് വെച്ചിട്ട് അത് എടുത്തിട്ട് വീട്ടിലേക്ക് പോകുന്നതാണ്. അമ്പലത്തിൽ നിന്നെല്ലാം കിട്ടുന്ന ഈ ഒരു നെയ്യപ്പത്തിന് പ്രത്യേക ഒരു ടേസ്റ്റാണല്ലേ. അങ്ങനെ ഞാനുമായിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്ത് അങ്ങനെ വീട്ടിലേക്ക് വന്നു. പിന്നെ നമ്മൾ നേരെ വന്നത് പെരളശ്ശേരി അമ്പലത്തിലേക്കാണ്. ഇന്നത്തെ ദിവസം ഭയങ്കര തിരക്കാണ് പെരളശ്ശേരി അമ്പലത്തിലുണ്ടായിന്. ഓണത്തിനും വിഷുവിനെല്ലാം അധികം നമ്മൾ രാവിലെ നേരെ അമ്പലത്തിലേക്ക് വരുത്തുന്നുണ്ട്. ഏട്ടന് പിന്നെ വണ്ടി വെക്കാൻ കഴിയാത്തതുകൊണ്ട് അവർ കുറേ അങ്ങോട്ട് പോയിട്ടാണ് കേട്ടോ വണ്ടി വെച്ചിട്ടുണ്ടായിന്. അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും വരാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ കയറി തൊഴുതു. ഇപ്രാവശ്യത്തെ വിഷു നമുക്ക് പെങ്ങളെ വീട്ടിലാണ്. പെങ്ങൾ വിളിച്ചിട്ടുണ്ടായിന്. അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ വീട്ടിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം അങ്ങോട്ടേക്കാണ് പോവുക. ഉത്സവമായതുകൊണ്ട് എല്ലാവരും പെങ്ങളെ വീട്ടിലേക്കാണ് കേട്ടോ വരിക. ഇളയ പെങ്ങളും എല്ലാവരും അടുത്തേക്കാണ് വരിക. അതുകൊണ്ട് പിന്നെ നമ്മൾ ഇപ്രാവശ്യം അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ച് എല്ലാവരും കൂടി ഒരുമിച്ച് ആഘോഷിക്കുമ്പം അതൊരു സുഖം വേറെ തന്നെയാണല്ലേ. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പാർസൽ വാങ്ങുക കേട്ടോ ചെയ്തിട്ടുണ്ടായിന്. കാരണം വിഷു പ്രമാണിച്ചിട്ട് ഞാൻ കുറച്ച് അധികം ടയേർഡായിരുന്നു. ഒരേ പണിയും തിരക്കും അതെല്ലാമാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഇതാ കഴിക്കലാന്ന് കേട്ടോ. ഇനിയിപ്പം വേഗം ഒന്ന് റെഡി ആയിട്ട് വേണം പെങ്ങളെടുത്ത് പോകാൻ. അങ്ങനെ ആയിട്ടനും മക്കളെല്ലാം നല്ല ഉറക്കാന്ന് കേട്ടോ. ഞാൻ വേഗം പെങ്ങളെടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞാനും കൂടി ലേറ്റ് ആയി കഴിഞ്ഞാൽ ഫുഡ് ആവലെല്ലാം ലേറ്റ് ആവും. അതുകൊണ്ട് ഞാനിതാ വേഗം വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം പിന്നെ മസാല മാത്രമേ ഞാൻ ആക്കുന്നുള്ളൂ. നെയ്ച്ചോറെല്ലാം നമ്മളപ്പുറത്ത് ലേച്ചിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പെങ്ങൾക്ക്. ഞാൻ വരാൻ വേണ്ടിയിട്ട് ലേറ്റാന്ന് വിചാരിച്ചിട്ടാണ് മുഞ്ചേച്ചി ഒന്നാമത് ചോറിന് ഏൽപ്പിച്ചത്. അപ്പുറത്തേക്ക് അമ്മക്ക് വേണ്ടുന്ന ചോറിൻ്റെ കാര്യങ്ങൾ എല്ലാം റെഡിയാക്കുന്നുണ്ട്. ക്യാബേജ് വറവും അതും ഇതെല്ലാം ആയിട്ട് ഞാനിതാ മസാല റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മസാലയിലായി റൈസ് നേരത്തെ അപ്പുറത്ത് ആക്കിയിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഞാനിനിയിപ്പോൾ വേഗം വീട്ടിൽ പോയിട്ട് പിന്നെ ഇതാ പോകുന്നതാണ് കേട്ടോ. ഞാൻ വീട്ടിൽ പോയിട്ട് ഇനിയിപ്പം ഏട്ടനെയും പിന്നെ മക്കളെല്ലാം കൂട്ടി അവരെ കൂടെ ഇനി വരാമെന്ന് വിചാരിച്ച് ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് അങ്ങനെ ഇതാ വണ്ടി എടുത്തിട്ട് പോകലാന്ന്. അന്നേരം അമ്മ പിന്നെ അവിടെ നിന്നിട്ട് ശ്രദ്ധിച്ചിട്ട് പോണേ എന്നെല്ലാം പറയുന്നതാണ്. അങ്ങനെ ഞാനിതാ അമ്മേനോട് ചാറ്റിയെല്ലാം പറഞ്ഞിട്ട് പോകലാന്ന്. ചൂട് ഭയങ്കരമല്ലേ, അതുകൊണ്ട് വല്ലാണ്ട് ക്ഷീണം പിടിച്ചിട്ടുണ്ട്. ഇതൊരു പുതിയ നൈറ്റിയാണ് കേട്ടോ. അതുകൊണ്ടിട്ട് തന്നെയാണ് ഞാൻ വന്നിട്ടുണ്ടായിന്. അത്ര ദൂരമേ ഉള്ളൂ വീട്ടിൻ്റെ അടുത്തുനിന്ന്. പിന്നെ ഇത് ഏട്ടനും മക്കളെല്ലാം എണീച്ചതിന് ശേഷം നമ്മൾ വേഗം പെങ്ങളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഫുഡും കാര്യമെല്ലാം റെഡി ആയതുകൊണ്ട് ഇനിയിപ്പോൾ കഴിക്കുകയോ വേണ്ടു. അങ്ങനെ നമുക്ക് ഇതാ പെങ്ങളെ വീട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത് ഒരിടമുണ്ട് കേട്ടോ ദൈവത്താറെ. അതുകൊണ്ട് അവർ ദൈവത്താറെ പിന്നെ പനയണ്ണാലത്ത് പോകുമ്പോൾ അവർ വിളക്ക് കത്തിച്ച് വെക്കും കേട്ടോ. പെങ്ങൾ നമ്മൾ പഴയ വീട്ടിലുള്ള സമയം നമ്മളും കത്തിച്ച് വെക്കലുണ്ടായിന്. ഇപ്പോൾ പുതിയ വീടായതിനു ശേഷം അതൊന്നുമില്ല കേട്ടോ. നമ്മൾ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടല്ലേ ഉള്ളത്. അങ്ങനെ ഇതാ ആദ്യത്തെ മുടി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വരലാന്ന് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ പാറയത്തടം അങ്ങനെയാണെന്ന് തോന്നി ഈ അടുത്തിന് പറയാം. കുറേ ഇടങ്ങളുണ്ട്. ഓരോ ഇടത്തു നിന്നാണ് കേട്ടോ ദൈവത്താറ് മുടി വെക്കുക. അങ്ങനെ ആദ്യത്തെ മുടി ഇടുന്നതാണ്. അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്.
അതെന്താണ് കിട്ടും കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ നാടിനെ കാക്കുന്ന ഈശ്വരൻ, ദൈവത്താർ ഈശ്വരൻ. അപ്പോൾ ഇപ്രാവശ്യത്തെ മുടി വെച്ചിട്ടുണ്ട് കേട്ടോ. 5 ദിവസം 5 ആൾക്കാരാണ് കേട്ടോ മുടി വെക്കുക. ഇതിൻ്റെ പിന്നിൽ വലിയ കഥയെല്ലാം ഉണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല കേട്ടോ കഥകൾ. ഞാൻ ഒന്നാമത് ഈ നാട്ടിൽ വന്ന ആളാണല്ലോ. അങ്ങനെ വില്ലാട്ടും കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വന്ന സമയത്ത് ഓരോ കഥകൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിതാ നടക്കുന്നതാണ് കേട്ടോ. ഈ ഒരു തെയ്യത്തിന് സമയമാകുമ്പോഴത്തേക്ക് എല്ലാ ആൾക്കാരും ഈ നാട്ടിൽ എത്തിപ്പെടുന്നതാണ് പറയുന്നത്. ആ നാട്ടിലുള്ള പോയവരും എല്ലാ ആൾക്കാരും. അങ്ങനെ നമ്മളിതാ ഏതോ ഒരു വഴിയിലൂടെ നമ്മൾ പോകുന്നതാണ്. മുടി കണ്ടിട്ട് ഇനിയിപ്പം ദൈവത്താറ് നമ്മളെ പെങ്ങളെ വീട്ടിൻ്റെ താഴെയുള്ള ഇടത്തിൽ വരുവേ. അത് രാത്രിക്കാന്ന് വരുമോ. ഇനിയിപ്പം നമ്മൾ പെങ്ങളെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. ഈ ഒരു വിഷു സമയമാവാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കാത്തു കെട്ടി നിൽക്കും. കാരണം ഓരോ ദിവസം ഓരോ ഇടത്തിൽ പോവാം, ദൈവത്താറെ കാണാം, ഉത്സവം, പിന്നെ നമ്മളെ വീട്ടിലേക്ക് ഓരോ ആൾ വരും, ഫുഡാക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മളിതാ രാത്രിക്ക് പെങ്ങളെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം ദൈവത്താറ് ഈ അടുത്തിൽ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ കുറേ റിലേറ്റീവ്സ് എല്ലാം വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഫുഡ് കൊടുക്കലും അങ്ങനെ ഇങ്ങനെയെല്ലാമായിട്ട് തിരക്കാണ്. ഏമേൻ്റെ മക്കൾ അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിന്. പിന്നെ അതിലിടക്ക് നമ്മളൊരു പൊട്ടുണ്ടായിന്, അത് കാണാൻ പോയിട്ടുണ്ടായിന്. പിന്നെ വീട്ടിൽ വന്നിട്ടുള്ള എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ഫുഡ് കഴിക്കലാണ്. നമ്മൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യത്തെ മുടി കാണാൻ വേണ്ടിയിട്ട്. ദൈവത്താർ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഇപ്രാവശ്യം വന്നിട്ടുണ്ടായിന്. അങ്ങനെ നമ്മളത് ഏകദേശം സമയമായെന്ന് കണ്ടപ്പാടും ഇടത്തിൽ ഇതാണ് കേട്ടോ പെങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഇടം. അപ്പോൾ ഈ ഇടത്തിലേക്കാണ് ദൈവത്താർ വരെ. ഇങ്ങനെ ഒരുപാട് ഇടങ്ങളുണ്ട്, എത്രയോ എണ്ണം ഉണ്ട്. അതിൻ്റെ എണ്ണം കറക്റ്റായിട്ട് എനിക്കറിയില്ല. പിന്നെ അങ്ങനെ അവിടെയെല്ലാം ദൈവത്താർ വരും. നമ്മളെല്ലാവരും കൂടിയിട്ട് ആ ഒരു ഭാഗത്തുള്ളവർ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗാണ്. കുറേ സമയത്തെ വെയിറ്റിങ്ങിന് ശേഷം ഇതാ ദൈവത്താറും പരിചാരകരും കൈക്കോമാറും എല്ലാവരും ഇടത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും അവിടുന്ന് വില്ലാടൽ, പിന്നെ നേർച്ച കൊടുക്കൽ, പിന്നെ നമ്മുടെ ആൾ രൂപങ്ങൾ ഒപ്പിക്കൽ, അങ്ങനെയെല്ലാം കേട്ടോ. അപ്പം അതിനെല്ലാം കൂടിയിട്ട് എല്ലാവരും വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ ഒന്നാമത്തെ ദിവസം ദൈവത്താറ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്.